ശ്രീ ജോസ് കെ മാണി എം പി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസ് കെ മാണി എം പി, ഏറ്റവും ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായ വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടുണ്ടോ? ആധികാരികമായിട്ടുള്ള ഒരു വിവരവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പൊ കേൾക്കുന്ന ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. തലസ്ഥാനത്തുണ്ടായ ഒരു സ്ഫോടനം എന്നുള്ളതിനപ്പുറം ഇന്ത്യയുടെ ഒരു ആണല്ലോ, അങ്ങോട്ടാണല്ലോ നമുക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ എന്റെ വിസിനിറ്റിയിലാണ് നടന്നിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്. അത് തന്നെ വലിയ ഒരു 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 വളരെ 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 ഗൗരവവും വളരെ ജാഗ്രതയോടുകൂടി ഇന്ത്യ രാജ്യം ഇതിനെ കാണേണ്ടതാണ്, സർക്കാർ കാണേണ്ടതാണ്. ഇതിന്റെ പിന്നിൽ എന്താണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കൃത്യമായ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് അതിനെ പറ്റിയുള്ള പ്രതികരിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തായാലും ഇപ്പോൾ അപകടം വന്നിരിക്കുന്നു, ഈ 10 പേര് കൊല്ലപ്പെട്ടു, ഇനിയും പലരും ഉണ്ടാകാം, ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ തീർച്ചയായും ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു തലസ്ഥാനത്ത് എന്നുള്ളതിനപ്പുറം ഇത് ഇന്ത്യയുടെ ഐക്യനായ അവിടെ റെഡ് ഫോർട്ടിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ സംഭവം നടന്നിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും അതിനകത്ത് നമ്മൾ കൂടുതൽ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ കാണേണ്ടതുണ്ട്. നിർഭാഗ്യകരമായി പോയി. മറ്റു കാര്യങ്ങൾ തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ കിട്ടിയതിനു ശേഷം പ്രതികരിക്കണം. ശരി, ഓക്കെ, താങ്ക് യു.